രൂപമാണ് ഹജ്ജ്. ഉബൂദിയത്തിന്റെ, അടിമത്വത്തിന്റെ, പടച്ച റബ്ബാകുന്ന സയ്യിദിന്റെ വിളി കേട്ടാൽ എത്തിയിരിക്കണമെന്ന ബോധത്തിന്റെ ശക്തമായ പ്രകടനമാണ് ഹജ്ജ്. അതുകൊണ്ടാണ് ഏത് ത്യാഗവും സഹിക്കാൻ പറ്റുന്നത്. ആധുനികമായ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒക്കെ ഉള്ളപ്പോൾ തന്നെയും എന്തൊക്കെ പ്രയാസങ്ങളാണ്. 19 ലക്ഷം ആളുകൾ ഒരുമിച്ച് കൂടിയാണ്. അവരുടെ കാര്യങ്ങളൊക്കെ ഒന്നിച്ച് സൗകര്യപ്പെടുത്തി കൊണ്ടുപോകുന്ന സാഹസത്തെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ. ബസ്സിലൊക്കെ കയറിയിട്ട് ബ്ലോക്ക് വന്നിട്ട് 6-7 മണിക്കൂർ നിന്ന നിൽപ്പിൽ ആ ബസ്സിലിങ്ങനെ വെന്തുരുകുന്നതിനെ കുറിച്ച് ആലോചിച്ച് നോക്കൂ. യാത്ര പോകുന്ന സമയത്ത് തട്ടിയിട്ടും മുട്ടിയിട്ടും 1 മീറ്റർ നീങ്ങാൻ ചിലപ്പോൾ അരമണിക്കൂർ എടുക്കുന്ന ആ സാഹസത്തെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. അറഫയിൽ നിന്ന് മുസ്ദലിഫയിലേക്കുള്ള യാത്ര 6 കിലോമീറ്റർ. ബസ് കയറിയിട്ടുണ്ട്, ചിലപ്പോൾ മണിക്കൂറുകൾ എടുക്കും, 3-4 മണിക്കൂർ എടുക്കും. ബസ്സെല്ലാം നടന്നു പോവുകയാണെങ്കിലും ഈ തട്ടിത്തടച്ചിൽ ഒഴിവാകൂല്ല. ആരും ആരോടും വിദ്വേഷം വെക്കണില്ല, ആരും ആരോടും അക്ഷമ കാണിക്കുന്നില്ല. എല്ലാം ഞങ്ങളുടെ റബ്ബിൻ്റെ തീരുമാനമാണെന്ന ബോധത്തിൽ ഉബൂദിയ്യത്ത് എന്ന് പറയുന്ന ഏറ്റവും മനോഹരമായൊരു സംഗതി. റബ്ബാകുന്ന സർവശക്തൻ, അവനാണ് സയ്യിദ്, അവൻ്റെ അടിമയാണ്, അടിയാറാണ് ഞാൻ എന്ന ബോധം. ഈ ബോധത്തിൽ എല്ലാ ത്യാഗങ്ങളും, എത്ര സംവിധാനങ്ങളുണ്ടെങ്കിലും ഇത്രമേൽ ജനങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ ധാരാളം സഹിക്കേണ്ടി വരും. വീണുപോകും, ജ്വലിക്കുന്ന ചൂടായിരിക്കും, പപ്പടം പൊള്ളുന്നത് പോലെ ശരീരമാസകലം പൊള്ളും. ഇന്നും സംഭവിക്കുന്നതാണ്. പപ്പടം പൊള്ളുന്നത് പോലെ ശരീരമാസകലം പൊള്ളും, കുമിള വരും. നടക്കുന്ന സമയത്ത് പലപ്പോഴും ഈ തട്ടിത്തടയും, വീഴുന്ന സമയത്ത് പുറത്ത് ചവിട്ട് കിട്ടും, ചിലപ്പോൾ ജീവഹാനി തന്നെയും സംഭവിച്ചേക്കും. എന്നാലും സന്തോഷത്തോടെ പോകും. എന്തുകൊണ്ട്? ഞാൻ അബ്ദാണ്, പടച്ച റബ്ബ് സയ്യിദാണ്. ഈ ഉബൂദിയ്യത്തിന്റെ ശക്തമായ പ്രകടനമാണ് ഹജ്ജ്. അതോടൊപ്പം ദുന്യാവിൽ നിന്ന് സമ്പൂർണമായ വിരക്തി പ്രാപിക്കുന്നത് ഹജ്ജിന്റെ പ്രത്യേകതയാണ്. ഇഹ്റാമോടുകൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? അലങ്കാര വസ്ത്രങ്ങളെല്ലാം മാറ്റുന്നു. അതിൻ്റെ മറ്റൊരു തലം വിശദീകരിക്കാനുണ്ട്, സമയം പോലെ നമുക്ക് എത്താം. ആഡംബരങ്ങളെല്ലാം ഒഴിവാക്കുന്നു. എണ്ണ, സുഗന്ധദ്രവ്യങ്ങൾ, അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും ഒഴിവാക്കുന്നു. മുടിവെട്ടലും അനുബന്ധമായുള്ള സൗന്ദര്യ സംഗതികളും എല്ലാം മാറ്റുന്നു. ഒറ്റത്തുണിയിലേക്ക് പുരുഷൻ ചുരുങ്ങുന്നു. പിന്നെ അവന് ഇഷ്ടം പോലെ പ്രവർത്തിക്കാൻ പറ്റൂല. അവന് താല്പര്യമുള്ള ഇടങ്ങളിൽ മാന്തിക്കൊണ്ടിരിക്കാൻ പറ്റൂല. നിയന്ത്രിച്ചാവണം. മുടി പോരരുത്, അവർത്ത് വെളിപ്പെടരുത്, സുഗന്ധം തുടരുത്. സമ്പൂർണമായി മനുഷ്യൻ